നൃത്തരൂപത്തിൽ അവതരിപ്പിച്ച ജ്ഞാനായ സ്തോത്രഗീതത്തെ തുടർന്ന് പ്രാർത്ഥനാഗീതമായ മർത്തോമൻ ആലപിച്ച് 4:30 പൊതുസമ്മേളനം ആരംഭിച്ചു. കോട്ടയം അതിരൂപത സഹായമെത്രാനും ശതാബ്ദി കമ്മിറ്റി ജനറൽ കൺവീനറുമായ അഭിവന്ദ്യ മാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവ് സ്വാഗതം ആശംസിച്ചു. ഭാഗ്യസ്മരണാർഹനായ വിശുദ്ധ വത്താമിയൂസിന്റെ യൂണിവേഴ്സിറ്റി ക്രിസ്ത്യാനി എന്ന തിരുവെഴുത്ത് വഴി തെക്കുംഭാഗ സമുദായക്കാർക്ക് വേണ്ടിയുള്ള വികാരിയത്വ സ്ഥാപനത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനത്തിലെത്തി നിൽക്കുമ്പോൾ പഴയ നിയമ ജനതയായ ഇസ്രായേലിനെ രക്ഷിച്ചതുപോലെ നാനായ സമുദായത്തെ ദൈവം പ്രതിസന്ധികളിൽ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും മന്നയും കാടപ്പക്ഷിയും നൽകി അനുഗ്രഹിച്ചു. നേതൃത്വം കൊടുക്കുവാൻ പ്രവാചകന്മാരെ നൽകിയതുപോലെ നല്ല ആബുന്മാരെയും വൈദികരെയും സന്യസ്തരെയും അന്മായ നേതാക്കളെയും കാലോചിതം പോലെ നൽകി. 1,60,000 പരം വിശ്വാസികൾ എല്ലാ ഭൂഖണ്ഡങ്ങളിലും നിന്നുമായി 61 രാജ്യങ്ങളിൽ ക്രൈസ്തവ സാന്നിധ്യമായി മാറിയിരിക്കുന്നു. ദൈവത്തിന്റെ ഈ ഔദാര്യതയ്ക്ക് മുൻപിൽ ഞങ്ങൾ എളിമയോടെ ശിരസ് നമിക്കുന്നു. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ സന്ദേശം ഇന്ത്യയിലെ വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ സാൽവത്തോറെ പെന്നാക്കിയോ വായിച്ചു. Dear friends, നമസ്കാരം. As the personal representative of His Holiness Pope Benedict XVI in India, I have the honor and the joy of bringing you his felicitations and blessings as the Archieparchy of Kottayam celebrates the centenary year of its foundation as a pledge of grace and peace in the Lord. His Holiness will impart his apostolic blessing. Signed by Cardinal Tarcisio Bertone, Secretary of State. നന്ദി. കോട്ടയം അതിരൂപതയുടെ മെത്രാപ്പൊലിത്തയും ശതാബ്ദി കമ്മിറ്റി ചെയർമാനുമായ അഭിവന്ദ്യ മാർ മാത്യു മൂലക്കാട്ട്. 2010 ജൂലൈ മാസം 15 കോട്ടയം ക്രിസ്തുരാജ കത്തീഡ്രലിൽ തെളിഞ്ഞ ഒരു ദീപം ലോകമാസകലമുള്ള ജ്ഞാനായ മക്കളോട് വിളിച്ചു പറയുകയുണ്ടായി, ജ്ഞാനായ ജനതയെ ഉണരൂ, ശതാബ്ദി വർഷമിതാ എന്ന്. ആ ഗാനത്തിന്റെ ഈരടികൾ ആത്മാവിലേക്ക് ഒപ്പിയെടുത്തുകൊണ്ട് ജ്ഞാനായ മക്കൾ ഏറ്റുവാങ്ങിയ ശതാബ്ദി ചൈതന്യത്തിന്റെ നിറവില് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്ന, ഇപ്പോഴും ഈ മൈതാനത്തേക്ക് നിരനിരയായി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ജ്ഞാനായ മക്കളെ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്റെ ഹൃദയം വികാരതരളിതമാണ്. ഇത് കേരളത്തിന്റെ അതിർത്തികൾക്കുള്ളിൽ മാത്രമല്ല, സൂര്യനസ്തമിക്കാത്ത ഒരു വലിയ സാമ്രാജ്യമാണ് ജ്ഞാനായ സമൂഹത്തിന്റേതെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയുവാൻ സാധിക്കും. ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ അതിരൂപതയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ രാഷ്ട്രപതി തന്നെ പങ്കെടുക്കുന്നത്. രാജ്യത്തിന്റെ ഏറ്റവും ഉന്നത സ്ഥാനം വഹിക്കുന്ന പ്രഥമ പൗരൻ തന്നെ പങ്കെടുക്കുന്നത്. ഈ സമൂഹം വിദ്യാഭ്യാസ രംഗത്ത്, ആതുര സേവന രംഗത്ത്, മറ്റ് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയിട്ടുള്ള പ്രവർത്തന മേഖലകളിലെല്ലാം നാടിന് നൽകിയ, സമൂഹത്തിന് നൽകിയ സംഭാവനകളുടെ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്.
KCBC പ്രസിഡന്റും തൃശൂർ ആർച്ച് ബിഷപ്പുമായ അഭിവന്യ മാർ ആൻഡ്രൂസ് താഴത്ത്. ഒരു വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ പരിസമാപ്തി ഇത്രയും ഗംഭീരമായി, ഇത്രയും വിജയപ്രദമായി, ശക്തമായി സംഘടിപ്പിച്ച് ഇന്ന് കോട്ടയം നഗരിയെ പുളകം കൊള്ളിച്ച് ഇങ്ങനെയൊരു യോഗത്തിന് നേതൃത്വം കൊടുത്ത് ജ്ഞാനായ മക്കളുടെ ഏകദേശം 4-1 പേരെ ഇവിടെ ഒന്നിപ്പിച്ചു കൂട്ടിയ ഈ മഹായോഗത്തിന് എല്ലാ ജ്ഞാനായ മക്കൾക്ക്, അതിന്റെ നേതൃത്വം കൊടുത്തവർക്ക് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പേരില്, കേരളത്തിന്റെ പേരില് എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും. ഈ ആരവം കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ജ്ഞാനായ സമുദായത്തിന്റെ പൈതൃകത്തിൽ തന്നെ ആശംസകൾ നൽകണമെന്നാണ്. എനിക്ക് വ്യക്തിപരമായി ഈ നടപടി അറിയില്ല. എനിക്ക് തോന്നുന്നത് മൂലക്കാട്ട് പിതാവിന്റെ തന്നെ നേതൃത്വത്തിൽ തന്നെ 3 പ്രാവശ്യമാണെന്ന് തോന്നുന്നു നടപടി. നടായോ നട, നടായോ നട, നടായോ നട. സന്തോഷമായി. ഇത് ദൈവത്തിന് മഹത്വവും മനുഷ്യന് നന്മയും പ്രകടിപ്പിക്കുന്ന വലിയൊരു പൈതൃകത്തിന്റെ പ്രകടനം. കോട്ടയം അതിരൂപതയുടെ പ്രഥമ മെത്രാപ്പോലീത്ത അഭിവന്യ മാർ കുര്യാക്കോസ് കുന്നശ്ശേരി. ഇക്കഴിഞ്ഞ 100 വർഷങ്ങൾ അനുഗ്രഹത്തിന്റെ വർഷങ്ങളായിരുന്നു. ഒരുപക്ഷെ ഒരു സമുദായത്തിനും ഇത്രയധികം ആളുകളെ ഒന്നിച്ചു കൂടുവാനോ ഇതുപോലുള്ള ഒരു ശതാബ്ദി ആഘോഷിക്കുവാനോ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. മഹാസമ്മേളനത്തിന് സംബന്ധിക്കുവാനും തിരുവനന്തപുരം അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് റൈറ്റ് റവറന്റ് ഡോക്ടർ സൂസ പാക്യം. എനിക്ക് കിട്ടിയ വലിയൊരു ആനുകൂല്യവും ബഹുമാനവുമായിട്ട് ഞാൻ കരുതുകയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം. കേവലം കൂട്ടായ്മയുടെയും ഐക്യത്തിന്റെയും പേരിൽ മാത്രം ഇതുപോലെയുള്ള വളർച്ചയും ഫലങ്ങളും പുറപ്പെടുവിക്കുവാൻ സാധിക്കുമോ എന്ന് ഞാൻ സംശയിച്ചു. കാരണം ഇതുപോലെയുള്ള പല സമൂഹങ്ങളും ഉണ്ട്, കൂട്ടായ്മയും ഐക്യമൊക്കെ ഉള്ളത്. കുടിയേറ്റങ്ങൾ ധാരാളമായി നടന്നിട്ടുണ്ട്. ഗ്രായത്തൊമ്പന്റെ നേതൃത്വത്തിൽ ഇവിടെ കുടിയേറിയ ആ സമൂഹം വെറുമൊരു സമൂഹമായിരുന്നില്ല. ആ സമൂഹത്തിലുണ്ടായിരുന്ന സഭാത്മകമായ ചൈതന്യവും ബന്ധവുമാണ്. തിരുവല്ല അതിരൂപതയുടെ മെത്രാപ്പോലീത്ത അഭിവന്യ തോമസ് മാർ കൂർലോസ്. സിറോ മലബാർ ആരാധനയും മലങ്കര ആരാധനയും ഒരുപോലെ നമ്മളുടെ മക്കൾ പരിശീലിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും നമ്മളുടെ സമുദായത്തിന്റെ പൈതൃകം നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകുന്ന ആ വലിയ നന്മയെ തുടർന്നും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാധാ വി നായർ, ജില്ലാ കളക്ടർ ശ്രീമതി മിനി ആന്റണി, നഗരസഭയുടെ പിതാവ് ശ്രീ സണ്ണി കല്ലൂർ, പ്രവാസി ജ്ഞാനായ സംഘടനകളുടെ കൂട്ടായ്മയായ DKCCയുടെ പ്രസിഡന്റ് ശ്രീ ജോർജ് നെല്ലാമറ്റം, KCWA പ്രസിഡന്റ് പ്രൊഫസർ ശ്രീമതി ആലി ജോർജ് മണിമല, KCYL പ്രസിഡന്റ് ശ്രീ ജേക്കബ് വാണിയംപുരയിടം, മിയാവ് രൂപതാധ്യക്ഷൻ അഭിവന്ധ്യ മാർ ജോർജ് പള്ളിപ്പറമ്പിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ആത്മീയവും ഭൗതികവും 2011 മെയ് 3 മുതൽ 6 വരെ കോട്ടയത്ത് വെച്ച് നടത്തിയ അതിരൂപതാതല ശതാബ്ദി കലാകായിക മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ ഇടവകയ്ക്കും ഫൊറോനയ്ക്കുമുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. ഓവറോൾ റണ്ണേഴ്സ് അപ്പ് നേടിയ ഇടവക സെയിന്റ്സ് പീറ്റർ ആൻഡ് പോൾ ചർച്ച് മ്രാല. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ഇടവക സെന്റ് അഗസ്റ്റിൻസ് ചർച്ച് കരിങ്കുന്നം. ഓവറോൾ സെക്കൻഡ് റണ്ണേഴ്സ് അപ്പ് നേടിയ ഫൊറോന കടുത്തുരുത്തി.
ഓവറോൾ റണ്ണേഴ്സ് അപ്പ് നേടിയ ഫൊറോന ചുങ്കം. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ഫൊറോന കൈപ്പുഴ. ശതാബ്ദി കമ്മിറ്റി ജോയിന്റ് കൺവീനർ ശ്രീ ML ജോർജ് മറ്റത്തിക്കുന്നേൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുമ്പോൾ റാലിയുടെ സമാപന നിര സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നതേയുള്ളൂ. പാപ്പാഗാനത്തോടെ പൊതുസമ്മേളനം സമാപിക്കുമ്പോൾ രാത്രി 8 മണി. ദൈവം നൽകിയ വരദാനങ്ങൾക്ക് കൃതജ്ഞതാബലി അർപ്പിച്ചുകൊണ്ടാണ് കോട്ടയം അതിരൂപത 100ാം ജന്മദിനം സാർത്ഥകമാക്കിയത്. 2011 ഓഗസ്റ്റ് 29 ഉച്ചകഴിഞ്ഞ് 2:30 കോട്ടയം അതിഭദ്രാസന മന്ദിരത്തിൽ നിന്ന് ക്രിസ്തുരാജ കത്തീഡ്രലിലേക്ക് തിരുവസ്ത്രങ്ങളണിഞ്ഞ് വൈദികരും അഭിമന്യ പിതാക്കന്മാരും പ്രദക്ഷിണമായി നീങ്ങി. സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്യ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ കത്തീഡ്രലിന്റെ പ്രധാന കവാടത്തിൽ കത്തിച്ച മെഴുകുതിരി നൽകി അഭിവന്യ മാർ മാത്യു മൂലക്കാട്ട് പിതാവ് സ്വീകരിച്ചു.
ശതാബ്ദി കമ്മിറ്റി ജോയിന്റ് കൺവീനറും അതിരൂപത വികാരി ജനറാളുമായ മോൺസിഞ്ഞോർ മാത്യു ഇളപ്പാനിക്കൽ സ്വാഗതം ആശംസിച്ചു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ശതാബ്ദി വർഷത്തിൽ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും സന്തോഷത്തോടെ അനുസ്മരിച്ചുകൊണ്ട് കൃതജ്ഞതാബലി അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ക്രിസ്തുരാജ് കത്തീഡ്രൽ ദേവാലയത്തിലെ പരിശുദ്ധമായ അന്തരീക്ഷത്തിൽ ഒന്നിച്ചിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ദൈവകുമാരൻ കാൽവരിക്കുന്നിൽ ബലിയണച്ചു, സ്വയം ബലിയണച്ചു. അഭിവന്ദ്യ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിച്ച പരിശുദ്ധ കുർബാനയ്ക്ക് 34 അഭിവന്ദ്യ പിതാക്കന്മാരും 200-ൽ പരം വൈദികരും സഹകാർമ്മികരായിരുന്നു. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം. വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ഡോക്ടർ സാൽവത്തോറെ പെന്നാക്കിയോ വചന സന്ദേശം നൽകി. May the Sacred Heart of Jesus, to whom the Archdiocese is dedicated, bless and keep you. May His Holy Mother Mary guide the Archdiocese of Kottayam to many more years of faithful and joyful service to Christ and His Church. Amen. Let me offer now to present the team Archbishop Kottayam. As you remembered, 25 years ago, Pope John Paul II was here, not far from here, in a field for the special celebration and the ceremony of beatification of 2 models of sanctity of this church, Blessed Kyriakose and Blessed Alfonsa, now Saint Alfonsa. And now after 25 years, as the Pope was here for 75 years, I am here as humble representative of the Pope. I wish to offer this memento of the visit of the Pope John Paul II. We celebrate last February 25 years of his memorial visit. തുടർന്ന് അദ്ദേഹം പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ ശതാബ്ദി സമ്മാനം അഭിവന്ദ്യ മൂലക്കാട്ട് പിതാവിന് കൈമാറി. അഭിവന്ദ്യ മാർ ആലഞ്ചേരി പിതാവ് ആശംസകൾ അർപ്പിച്ചു. കോട്ടയം അതിരൂപത അവിഭാജ്യ ഘടകമായി എന്നും നിലനിൽക്കുമെന്നുള്ളതിൽ സംശയമില്ല. അതിൻ്റെതായിട്ടുള്ള വ്യക്തിത്വത്തില് സാർവത്രിക സഭയ്ക്ക് എന്നും അനുഗ്രഹങ്ങൾ പകരുവാൻ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സമുദായമായി നിങ്ങൾ തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളോടൊപ്പം പരിശുദ്ധ സിംഹാസനമുണ്ടെന്ന് സഭയുടെ അപ്പസ്റ്റോലിക് നുൻഷ്യോ തന്നെ ഇവിടെ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം നിങ്ങളെ ശക്തിപ്പെടുത്തണം. സാർവത്രിക സഭയുടേതായ കൂട്ടായ്മയിൽ എന്ന് നിലനിന്നുകൊണ്ട് വളരുവാനും അതുപോലെ തന്നെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഭാവിയിലും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശതാബ്ദി ആഘോഷ കമ്മിറ്റി ജോയിന്റ് കൺവീനർ ഫാദർ തോമസ് കുരിശുമൂട്ടിൽ നന്ദി പ്രകാശിപ്പിച്ചു.
2011 ഓഗസ്റ്റ് 30 അതിരൂപത ശതാബ്ദി സമ്മേളനത്തിന് മുഖ്യ അതിഥിയായി കടന്നുവരുന്ന ആദരണീയയായ ഇന്ത്യൻ രാഷ്ട്രപതി ശ്രീമതി പ്രതിഭ ദേവി സിംഗ് പാട്ടീലിനെ സ്വീകരിക്കാൻ രാവിലെ 11 മണിക്ക് മുമ്പേ BCM കോളേജ് ഓഡിറ്റോറിയത്തിലെത്തിയവർ പുരാതന പാട്ടുകൾ പാടി അച്ചടക്കത്തോടെ കാത്തിരുന്നു. കൃത്യം 12 മണിക്കെത്തിയ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയെ ആദരവോടെ സ്വീകരിച്ചു. ദേശീയ ഗാനവും തുടർന്ന് ശതാബ്ദി ഗാനവും ആലപിച്ചു. കോട്ടയം അതിരൂപത മെത്രാപ്പൊലിത്ത അഭിവന്ദ്യ മാർ മാത്യു മൂലക്കാട്ട് സ്വാഗതം പറഞ്ഞു. Your Excellency Srimati Pratibha Devi Singh Patil, the Honorable President of India, other distinguished guests and VIPs on and off the dais, and my dear brothers and sisters. It's my great privilege and honor to welcome all of you to this auspicious occasion of the closing ceremony of the centenary celebrations of the Archdiocese of Kottayam. I was really impressed by the nobility of behavior and the dignity of character of Her Excellency Srimati Pratibha Devi Singh Patil when I met her in the Rashtrapati Bhavan. Your Excellency,